സ്നേഹിതരെ, സൗത്ത് അമേരിക്കയിലെ ക്രിസ്തു ബ്ലാങ്കോ മലയുടെ മുകളിലേക്ക് ഈ 50 നോയമ്പിനോടനുബന്ധിച്ച് കുരിശിൻ്റെ വഴിയായി കയറിപ്പോകുന്ന നല്ല പതിവ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പുതിയ വികാരിച്ചൻ അദ്ദേഹം ഇതിനെ കുറേ കൂടെ ഡൈനാമിക്കായിട്ട് ആക്കാനായിട്ട് ആഗ്രഹിച്ച് ഇതിനെ നാടകീയമായിട്ട് ആവിഷ്കരിക്കാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു. കർത്താവിൻ്റെ വേഷം, അതുപോലെ തന്നെ പട്ടാളക്കാർക്കുള്ള വേഷം, ഇവർക്ക് കുത്താൻ പറ്റിയ കുന്തം, കർത്താവിന് വഹിക്കാൻ പറ്റിയ കുരിശ്, അങ്ങനെ ഇതെല്ലാം ബേസ് ക്യാമ്പിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. ചെല്ലുന്ന ഗ്രൂപ്പുകൾ അവർ വളരെ തന്മയത്വത്തോടുകൂടി ഈ കുരിശിൻ്റെ വഴി അവിടെ ആവിഷ്കരിച്ചു. ഇതൊക്കെ കാണാനായിട്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടി. ഇത് കണ്ട് ഇതിൽ എന്തോ കുറവ് തോന്നിയ ഒരു ചെറുപ്പക്കാരൻ അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അവനൊരു വടിയുമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ കൂടി. കർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ട് ഇവൻ ചെന്ന് ഇവൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട് കർത്താവിൻ്റെ കുണ്ടി തീർത്ത് 2 അടി അങ്ങ് വെച്ച് കൊടുത്തു. വേദനയെടുത്ത കർത്താവ് ചാടി എഴുന്നേറ്റു. കുരിശുമായിട്ട് ആ അടിച്ചവനെ കുത്താനായിട്ട് ചെന്നു. പട്ടാളക്കാരും ഇവനെ ആക്രമിച്ചു. അവിടെ വികാരിയച്ഛൻ ചാടിക്കയറി ഇടപെടുകയും നമുക്ക് ഇവിടെ നമ്മുടെ കുരിശിൻ്റെ വഴി അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. സ്നേഹിതരെ, അദ്ദേഹം ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: നമ്മുടെ കുരിശിൻ്റെ വഴി നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. കുരിശിൻ്റെ വഴി നാടകീയമായി ആവിഷ്കരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ കുരിശിൻ്റെ വഴി അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നാടകീയമായി അതിനെ ആവിഷ്കരിച്ച് സംതൃപ്തി അടയുകയാണ് ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ചെറുപ്പക്കാരനിലൂടെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായപ്പോൾ ജീവിതത്തിൽ എടുക്കേണ്ടുന്ന കുരിശ് എടുക്കേണ്ട രൂപത്തിൽ എടുക്കേണ്ട സ്ഥലത്ത് എടുക്കാൻ നമുക്ക് ഈ അനുഭവം ശക്തി പകരട്ടെ, അനുഗ്രഹം പകരട്ടെ, വെളിപാട് തരട്ടെ എന്ന ആശംസയോടുകൂടി അദ്ദേഹം അവസാനിപ്പിച്ചു. ഞാനും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.